ഓളോട് ചായ കൊണ്ടുവരാൻ പറഞ്ഞത് റസിയ എന്താണ് എവിടെ എന്താ പാലൊന്നുമില്ലേ? എന്താ ഒരു വെള്ളം എന്താ വെള്ളോ? അത് നിങ്ങൾ കുടിക്കണ്ട. എന്താ കുടിക്ക? അതെ ഇനി അതൊന്നും പറഞ്ഞപ്പോ 1 ലിറ്റർ പാല് മേടിക്കണല്ലോ. ഇനിയിപ്പോ 2 ഇതിന്റെ പേരിലോള്. അല്ല റസിയ, ഏപ്രിൽ പൂള് നാളെയല്ലേ, ഇന്ന് തന്നെ പറ്റിക്കാൻ തുടങ്ങിയ. ഇതില് തീരെ മധുരമില്ലല്ലോ. മധുരില്ല. പഞ്ചസാരയും തീർന്ന ഞാൻ മറന്നാണ് കേട്ടതാ. നന്നായി കൊടുക്ക്. വേണ്ട വേണ്ട വേണ്ട, കുടിച്ചോളാം. മധുരട്ടായിരുന്നേ വേണ്ടാന്ന്. ഇനിയിപ്പത് മതി. ഇന്ന കളിയൊക്കെ ഒരു കാര്യം കിട്ടിയില്ലോ, അതുകൊണ്ടല്ലേ തരാത്ത്. തന്നോ? വേണ്ടാന്ന്. ഇനിയിപ്പോ മധുരം ഇട്ടേ പോളൂ ഇവിടുന്ന്. ഇത് ആദ്യമേ അങ്ങാട്ട് ഇട്ടായിരുന്നെങ്കിൽ ചീത്തപ്പേരുണ്ടായ. അല്ലട ചങ്ങായി, ഏപ്രിൽ 1 നാളെയാണ്. ഇന്ന് 31 ഇന്ന് 31 ആണെങ്കിൽ പിന്നെ നാളെ തന്നെ ആവും. അല്ല ഞാൻ ആലോചിക്കാണേ, പഴയ കാലത്ത് ഈ ഒരു ദിവസം എത്ര ആൾക്കാരെ നമ്മൾ പറ്റിച്ചേരുന്നത്. ഇപ്പൊ അങ്ങനെ ആൾക്കാരെ പറ്റിക്കലൊന്നും ഇല്ല അല്ലേ ഏപ്രിൽ ഫൂളിന്? പറ്റിക്കലൊക്കെ ഉണ്ടാവും, നമ്മൾ അറിയാനായിട്ടാണ്. ഇല്ലാന്ന്. ഇപ്പൊ ദിവസം ഇത് തന്നെയല്ല ആളുകളുടെ തൊഴില്. അപ്പൊ ആ ഒരു ദിവസത്തിന് വലിയ പ്രാധാന്യമില്ല. പഴയ കാലത്തേ എന്റെ വാപ്പ പറഞ്ഞിട്ടുള്ള കഥ കേട്ടോ. ഇവർക്കൊരു ഗ്യാങ് ഉണ്ടായിരുന്നു, ഒരു ക്ലബും ഉണ്ട്. അപ്പൊ ഈ ഏപ്രിൽ ഫൂൾ എന്ന് പറയുന്ന ദിവസം ആരെങ്കിലൊക്കെ പറ്റിക്കാതെ ഇവർക്ക് ഉറക്കം കിട്ടൂല. അപ്പൊ അന്നത്തെ ദിവസം ഇങ്ങനെ ഇതേമാതിരി ആരെങ്കിലുമൊക്കെ പറ്റിക്കണം എന്ന് കണക്കാക്കി എന്റെ വാപ്പയും ആൾക്കാർ കൂട്ടുകാരൊക്കെ ഇവര് ക്ലബിൽ ഇങ്ങനെ നേരം വെളുക്കുമ്പോൾ ആരെങ്കിലും കിട്ടണ വെച്ച് കാത്തു നിൽക്കുക. ഈ സമയത്ത് ഇവരനെ പറ്റിക്കാൻ വേണ്ടിട്ട് വേറൊരാള് ഒരു ഔറുക്കുണ്ട്. നമ്മുടെ ബന്ധു ഇവിടെ എളാപ്പന്റെ. അപ്പൊ മൂപ്പരനെ കുറിച്ചിട്ട് ഇങ്ങനെ പല കഥകളും തമാശകൾ പറയണ്ട്. ഭയങ്കര രസികനാണ് ആള്. അപ്പൊ മൂപ്പര് രാവിലെ തന്നെ ഇവരെ പറ്റിക്കാൻ വേണ്ടി ഇറങ്ങിയേക്ക. ഇപ്പൊ ധൃതിയിൽ ഇങ്ങനെ നടന്നത്. ഇപ്പൊ ഇവരെല്ലാരും ക്ലബിലിരിക്കുക. മുകളിലാണ്, തട്ടുമുകളിലാ. അപ്പൊ ഇവിടുന്ന് റോട്ടിൽ നിന്ന് വിളിച്ചിട്ട് അറിഞ്ഞില്ലേ എന്താണ് എടാ ചുരത്തിന് അവിടെ ബസ് മറിഞ്ഞിട്ട് 10-40 ആൾക്കാരനെ ആശുപത്രിയിൽ കൊണ്ടുപോയിന്ന്. ഇതങ്ങോട്ട് കേട്ട ഉടനെ ഇവരെല്ലാം ആൾക്കാര് ഉടനെ എന്റെ വാപ്പേ എന്റെ പടച്ചോനെ ഇത് 2ാമത്തെ ആണല്ലോ അല്ല അതെവിടെ എന്ന് ചോദിച്ചു. അവർക്ക് മേടിച്ച് അതാ ആശുപത്രി പോയിട്ട് അവിടെ ബസ് മറിഞ്ഞിട്ട് കുറെ ആൾക്കാരനെ ഇപ്പൊ ഇവിടുത്തെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുവരും. അതെ എന്നും പറഞ്ഞു മൂപ്പര അങ്ങടാ പോയി. ഇവരെ പറ്റിക്കാൻ നോക്കിയ ആളാ. എന്നിട്ട് തിരിച്ചു പറഞ്ഞ എന്റെ വാപ്പന്നെ പറ്റിച്ചിട്ട് അല്ല പഴയകാലത്തെ രസങ്ങള്. അതെ, എനിക്ക് പോയിട്ട് അത്യാവശ്യമുണ്ട്. നാളെ ഒന്ന് സൂക്ഷിക്കണം, അല്ലാണ്ട് ആരെങ്കിലും പറ്റിക്കാതെ. ഇജ്ജി ഞങ്ങളെ പറ്റിക്കാഞ്ഞാ മതി. ഇല്ല, ഞാൻ നാളെ ലീവാണ്. ബാക്കിയുള്ള ദിവസം എനിക്ക് അതാണല്ലോ പണി. വെറുതെ മനുഷ്യരെ കൊള്ളരായി പറയണേ. വാസുട്ടിയെ, നമുക്ക് ജോസുട്ടിക്ക് ചെറിയൊരു പണിയാ കൊടുത്താലോ? കൊടുക്കാം. പിന്നെന്താ, നാട്ടുകാരെ മുഴുവനും പറ്റിക്കണാണല്ലോ അല്ലേ? എന്തായാലും ഏപ്രിൽ ഫൂളായിട്ട് നമുക്കൊരു രസമാവും. ചെറിയൊരു പണി ഓനും കൊടുത്തതിന്റെ ഒരു സമ്മാനവും കിട്ടും. എങ്ങനെ പറ്റിക്ക? എന്തെങ്കിലും ഒരു സൂത്രം ഉണ്ടാക്കി കൊടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ കൊടുക്കാം. അപ്പൊ പുതുതായിട്ട് എടുത്തിട്ടുള്ള ബൈക്കില് കച്ചവടത്തിന് എടുത്ത് ആ ബൈക്ക് അവിടുന്ന് പൊക്കിയിട്ട് നേരെ കവലയില് മറ്റേ ആ തോട്ടിന്റെ അവിടെ കൊണ്ടുപോയിട്ടാലോ? അവൻ 100 കാര്യത്തിന് പോണ അതിന്റെ മുകളില് അതൊന്നും നടക്കില്ല. കോട്ടയെന്ന് അതുകൊണ്ടല്ലേ അത് ബുക്കാന്ന് പറയണത്. പുലിവാലാവോ? എന്ത് പുലിവാല്? പണി കൊടുക്കാൻ പറഞ്ഞ പിന്നെ അങ്ങനെ തന്നെയല്ലേ? അല്ല അത് സംഭവം അത് പോയത്തിന് ഇടങ്ങറാവും. ഇടങ്ങറാവട്ടെ. പക്ഷെ അത് അവിടെ നിന്ന് കൊണ്ടു വെക്കണ്ട, അത് നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് വെക്കാം. ഇവിടെ കൊണ്ടു വെക്കാം. അത് ചെയ്യാല്ലേ? ഒന്ന് കിടന്ന് കറങ്ങട്ടെ. അല്ല എല്ലാരും കറക്കണല്ലോ. കച്ചവടത്തിന് എടുത്ത സാധനമായ കാരണം ഇത്തിരി ടെൻഷൻ ഉണ്ടാവും. അപ്പൊ എങ്ങനെ കൊണ്ടുവരും? അത് കൊണ്ടുവരാം. അനക്ക് ഓടിക്കാറിയോ? എനിക്ക് ഓടിക്കാറില്ല. നിനക്ക് വഴി ഉണ്ടാക്കാൻ എന്തൊക്കെ വഴിയുണ്ട്? എന്നാ ഏൽക്കല്ലേ? ഏറ്റു. കൊറേ നാളായി ഒരാളെ പറ്റിച്ചിട്ട്. ഒരു രസം കൊടുക്കാം. ഇവിടെ കിടപ്പുണ്ടാ? നല്ല ഉറക്കാണല്ലോ. എന്താണ് ഉറങ്ങാണ്? என்ன ആണോ? தூக்கத்துன்னு சும்மா கூப்பிட்டு ஏமாத்தாத. பரிம்பாய்க்கு இது பிடிக்காது இல்ல, அப்புறம் எப்படி இவர் முன்னாடி அடிக்கிறது? പാരിയും വാങ്ങിച്ചു തരും. കുഴപ്പമില്ല. நிஜமாவா? நம்பவே முடியல. அப்படின்னா காசு கொடு, நான் வாங்கிட்டு അല്ല പറയട്ടെ. ആദ്യം പണിയുണ്ട്. அதெல்லாம் நீங்க சும்மா தர முடியாதுல்ல. சரி, என்ன வேலை சொல்லு.
அடையா யாரும் பார்க்கல காலையில வண்டி பார்க்காம அவன் அப்படி ஏமாந்து போயிடுவான் இல்ல யாரும் பார்க்கல விட்டோம் எப்படி கொடு എന്ത് പുള്ളി തരാൻ ചോദിച്ചില്ല കൂടെ അത് വേറൊരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരുന്നു നടന്നില്ല കിട്ടിയില്ല ഇന്ന് കിട്ടിയില്ല അയ്യോ നിങ്ങൾ വാങ്ങി വെക്കണം നാളെ 1-ാം തീയതി അല്ലേ കടക്കാതെ നാളെ 1-ാം തീയതി കടക്കാതില്ല മറ്റേ നമ്മൾ പണിക്ക് പോകണ്ടല്ലോ അപ്പൊ ഞാൻ വാങ്ങിച്ചു തരാം என்கிட்ட இது சொல்லல என்கிட்ட இந்த பைக் கொண்டு வந்தா இன்னைக்கு புள்ள தரான்னு சொல்லித்தாரே நான் இது கொண்டு வந்தது நாளை 1-ஆம் தேதி கிடைக்காது நீங்க 2 பேரும் சேர்ந்து என்ன பாத்துறீங்க எனக்கு இப்ப கிடைக்கணும் தர முடியுமா முடியாதா 20 பிடிச்சி இது என்னது மூக்குமுடி வைக்கிறதா தண்ணி அடிக்கிறதுக்கு காசு கேட்டா நீங்க உங்களை நம்பல நான் தான் புட்டாளு நீங்க போறீங்க எனக்கு ஒரு அவகாசம் இல்ல போ நாசமா போயிடுவீங்க പോട്ടെ ഒരു കുഴപ്പമില്ല കുറച്ച് ഞാൻ വരും ഒരു കാര്യം ചെയ്യ്. പരികുട്ടിയെ വാ 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 പോടാ എന്താണ് ഓടി ഓടിയോ എന്താ ജോസൂട്ടി എന്താണ് ഹലോ ആ വാസുട്ടി ആ ഏ ഞാൻ പരികുട്ടിയാണ് എന്തേ എന്റെ വണ്ടിയേ എന്റെ വണ്ടി ആരോ എടുത്തോണ്ട് പോയിന്നോണ് ഹലോ ഹലോ ഞാൻ ഇന്നലെ വൈകുന്നേരം വണ്ടി കൊണ്ടുവന്ന് വീട്ടിൽ വെച്ചിട്ട് കിടന്നുറങ്ങിയതാണ് ആ രാവിലെ പോകാൻ എഴുന്നേറ്റപ്പോ വണ്ടി കാണാനില്ലാന്ന് ആരോ എടുത്തോണ്ട് പോയി എന്റെ പറച്ചോനെ എന്ത് പണിയാ ഇതൊക്കെ ഇത് ശരിക്കും സൂക്ഷിക്കണ്ടാ ചങ്ങായി ഒരു സാധനം വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ സൂക്ഷിക്കണ്ടേ സൂക്ഷിച്ച വെച്ചെന്ന് താക്കോലന്റെ അടുത്തുണ്ട് ഇത് ആരോ കട്ടുണ്ടു പോയേക്കാണിത് എന്തെന്നാ ഇതിനൊക്കെ പറയാ ഇനിയിപ്പൊ എന്താ ചെയ്യാ നമ്മള് എന്താ നമ്മള് കാണിക്കാ ഞാനൊന്ന് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി പരാതി കൊടുക്കാല്ലാന്ന് ഓർക്കാണ് അപ്പൊ ഒന്ന് വാസൂട്ടിനെ വിളിച്ച് പറയാന്ന് ഓർത്താ വിളിച്ചത് അബദ്ധം കാണിക്കല്ലേ എന്താ പോലീസ് സ്റ്റേഷനിലൊന്നും കൊടുക്കരുതിട്ടാ പിന്നെ ഇത് വണ്ടി കിട്ടണ്ടേ അല്ല അതിന് വഴിയുണ്ട് അതിന് നമുക്ക് തരാം നമുക്ക് ആദ്യം അന്വേഷിക്കാം അതെ ജോസൂട്ടിയെ പോലീസ് സ്റ്റേഷനിൽ ഒന്നും പോണ്ട പോയി കഴിഞ്ഞാലേ വാദി പ്രതിയാവും അങ്ങനെ ഒരുപാട് കഥകളുണ്ട് കേട്ടോ അല്ലെന്ന് വണ്ടി പോയാ പിന്നെ പരാതി കൊടുക്കണ്ടേ നമ്മൾ അന്വേഷിച്ചാ കിട്ടണ്ടേ ഇത് ഇത് പറഞ്ഞ കൂട്ടാക്ക് ഞങ്ങൾ അങ്ങോട്ട് വരാം കേട്ടോ നിങ്ങൾ വന്ന വഴി എന്റെ വണ്ടി അറിയാലേ എവിടെയെങ്കിലും കണ്ടോന്ന് ബ്ലോക്ക് ചെയ്യണേ ഞങ്ങള് ബ്ലോക്ക് ചെയ്യാം ഈ അതുവരെ ആരോടും പറയണ്ടോ നിങ്ങൾ വേഗം വന്നെങ്കിൽ വരാണ് ഭയങ്കര ടെൻഷൻ ശരിക്ക് കിട്ടിയിട്ടുണ്ട് പണി പിന്നെ ഉറപ്പല്ലേ അതൊക്കെ ശബ്ദത്തിലുണ്ടല്ലോ അങ്ങോട്ട് പോവാ പോയി ഇനി പറയാതെ എന്തിനു പറയരുത് ആ ഇട്ടിട്ട് ഇങ്ങനെ കറകണ ഉച്ച വരെ കിടന്നിട്ട് ഇങ്ങനെ വരകണമേ അതെനിക്ക് കാണണം ഞാനാ വരുന്നുട്ടാ പണിയില്ല നമുക്ക് പോവാ റസാക്കിന്റെ ഖവാസാക്കി ഒരമ്പോക്കി ഹലാക്കാക്കി ധാരാള കളി അടിയുടെ